എങ്ങനെയുണ്ട് സാർ? സ്പീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പക്ഷെ പറയാൻ ഭയങ്കര പാട്. അതെന്താ? അയ്യോ, അത് സാറിന് പ്രസംഗം പറഞ്ഞങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് കുഴപ്പമില്ല. ഇതിലെ വരികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഭാഗമാണ് സാറിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ ഭാഗം നമുക്ക് റീവർക്ക് ചെയ്യാം. റീവർക്കല്ല, എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കളയാനോ? അതെ. ഏത് വരികളാണ് സാർ കളയേണ്ടത്? ഈ അഹോരാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള സാധനം. അയ്യോ, അഹോരാത്രം കഷ്ടപ്പെട്ടൊക്കെ ഗംഭീര കൈയടി ഉറപ്പുള്ള വരിയാണ് സാർ. അതിലൊരു ഹീറോയിസ് ഉണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് കളയാന്ന് വെച്ചാൽ എങ്ങനെയാണ് സാർ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. തന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അത് പറ. പറ്റാണ്ടെന്താ സാർ? സോറി, ഒരു കോളായിരുന്നു. കോളായിരുന്നു. എന്ന് നോക്കാം സാർ. സാർ ഗുഡ് ഈവനിങ് ഓൾ. ആ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. സാർ, ഇതേ കുറച്ച് വല്ലാണ്ട് സീരിയസ് ആയി പോയി. നമുക്ക് കുറച്ചുകൂടെ കാഷ്വലായിട്ട് പറയാൻ പറ്റുമോ? അവരോട് മനസ്സിൽ നിന്ന് സന്തോഷത്തോടെ പറയുന്ന പോലെ. സന്തോഷത്തോടെയാണ് പറഞ്ഞത്. അയ്യോ, സാറിൻ്റെ മനസ്സ് നല്ലതാണ്. പക്ഷേ പ്രസംഗം കേൾക്കുമ്പോൾ ആൾക്കാർക്കും കൂടെ അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട്. അടുത്തല്ലേ വായിച്ചോ, നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ മകൾ റിയായുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇത് ആദ്യമാണ്. കാരണം ഇത്രകാലം തിരക്കുള്ള ഓട്ടത്തിലായിരുന്നല്ലോ. എന്തിനാ? എൻ്റെ ഒരു മകൾക്കും പ്രിയപ്പെട്ട ഭാര്യയ്ക്കും വേണ്ടി. സാർ, ഒരു മിനിറ്റ്, ഇതൊന്ന് കുറച്ചുകൂടെ സിമ്പിളാക്കാൻ പറ്റുമോ? ഇതിപ്പോൾ എന്താ അറിയോ, ആരോ ഒരു പ്രസംഗം പഠിപ്പിച്ച് തന്നിട്ട് പറയുന്ന പോലെ ഉണ്ട്, ഞാൻ എഴുതിയ പോലെ ഉണ്ട്. എടാ, ഇതൊക്കെ താനാണ് തീരുമാനിക്കുന്നത്. തന്നെ ഏൽപ്പിച്ച പണി താൻ ചെയ്താൽ മതി. കോളായിരിക്കുമല്ലേ സാർ? ആ, കോള. ആ, ഇതെങ്ങനെ സിമ്പിളായി പറയാം? താൻ തന്നെ ഒന്ന് പറ. ഞാൻ കാണിക്കാനോ? താനൊന്ന് പറഞ്ഞു തന്നാൽ മതിയല്ലോ, എനിക്കിത് ഫോളോ ചെയ്താൽ പോരെ. ഓക്കെ, ഇങ്ങനെ പറ. നമ്മൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുവോ അവർക്ക് വേണ്ടി അല്പം സമയം നമ്മൾ മാറ്റിവെക്കണം. എന്നാൽ മാത്രമേ അവർക്ക് സന്തോഷം ലഭിക്കൂ. അങ്ങനെയുള്ളൊരു സമയമാണ് ഈ സമയം. ഞാൻ ഈ കാണിക്കുന്ന പോലെ കുറച്ച് ആംഗ്യങ്ങളൊക്കെ ഇട്ട് പറഞ്ഞാലേ ഫോട്ടോയ്ക്ക് നല്ല പോസ് കിട്ടും. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ, അത് വേണ്ട, സ്റ്റേജ് കാണാതെ വേണം പറയാൻ. കാണാൻ നോക്ക്, ശ്രമിക്കൂ. സാർ ശ്രമിച്ചാൽ നടക്കാം. ഞാൻ തുടങ്ങിത്തരാം. അഹോരാത്രം ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും. ആ, കിട്ടി. അഹോരാത്രം ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ഫാമിലി മാത്രമല്ല. അല്ലെന്നോ? ഫാമിലി മാത്രമാണ്. ആണല്ലേ? ആണ്. അഹോരാത്രം ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ഫാമിലി മാത്രമാകുന്നുവല്ലോ. ആകുന്നുവല്ലോ. ഇതൊരു കുർബാന പോലെയുണ്ട് സാർ കേൾക്കുമ്പോൾ. സാർ, ഫാമിലി മാത്രമാണ്. അതെ, ഫാമിലി മാത്രമാണ്. എങ്ങനെ അവർക്ക് സന്തോഷം കൊണ്ടു കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏതാണ്ട്. അങ്ങനെയല്ല, എങ്ങനെ അവർക്ക് സന്തോഷം കൊടുക്കാമെന്ന് കരുതി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അവരുണ്ടോ അറിയുന്നു. ഉണ്ടോ ഉറങ്ങിയോ എന്നല്ലേ? അതല്ല, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതൊക്കെ ചെയ്ത് പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ, ഒരു ചിരിയിടണം. ഇങ്ങനെ ചുണ്ട് ചെറുതായിട്ട് ചെരിച്ചിട്ട് ഹും എന്നൊരു ശബ്ദം. ഇങ്ങനെയല്ല, ലൈറ്റായിട്ട് ഇങ്ങനെ ആ ശബ്ദം കൂടെ ഇടണം. സാറൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവർക്ക് ഉണ്ട അറിയാം, താനൊന്ന് കളഞ്ഞിട്ട് പോടോ. ഉണ്ട വീണ്ടും കോളായിരിക്കുമല്ലേ? അവരുണ്ടോ ഉറങ്ങിയോ നടക്കും തോന്നില്ല ഡി ജി. നടക്കും, പക്ഷെ സാർ മനസ്സ് വെക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല സാർ. പ്രശ്നം വേറെയാ. എൻ്റെ എഴുത്തുകൊണ്ടാണ് സാർ. അല്ലടോ, ഈ സ്പീച്ചൊക്കെ വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണ്ടേ? സാറ് തന്നെ പറ. വൈഫുമായിട്ടുള്ള പിണക്കം മാറണ്ടേ? എൻ്റെ പ്രിയതമയാണ് എൻ്റെ എല്ലാ വിജയത്തിനും പിന്നിൽ നിന്നൊക്കെ എഴുതി ചേർത്ത ആരാണ്? അവളുടെ പിണക്കം മാറ്റണം. അതിനാണ് ഈ ഫംഗ്ഷൻ തന്നെ. അങ്ങനെയാണ് പഠിച്ചേ പറ്റൂ. പഠിക്കണം അല്ലേ? ശരി, ഇങ്ങതാ. പ്രായത്തിലും പഠനം തന്നെ പഠനം. ഓരോരോ വിധി വരുന്ന വഴിയേ. ഒന്ന് അരങ്ങിരുന്ന് പഠിക്ക്. പരിപാടി എടുക്കാറായി. അല്ലേ സ്റ്റേജ് കയറിട്ടെ ബബ്ബ പേടിക്കും. വേഗാവട്ടെ, ഞാൻ ചോദ്യം ചോദിക്കും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഇനി നമുക്ക് 2 ഫോട്ടോ എടുത്താലോ? അയ്യോ വേണ്ട, നമ്മൾക്ക് ഫുട്ബോൾ കളിക്കാം. ഇവിടെയോ? എന്നാ നമുക്ക് പുറത്ത് കളിക്കാം. നമുക്ക് പുറത്തും പോവാം, ഫുട്ബോളും കളിക്കാം. അതിനു മുമ്പ് നമുക്ക് വേറൊരു ഗെയിം കളിച്ചാലോ? വിൽ പ്ലേ സ്റ്റാച്യു. സ്റ്റാച്യു. ഇനി ഞാൻ പറയാൻ്റെ അനങ്ങരുതോ, അവിടെ നിന്നോ. അനങ്ങിയാൽ അടികൊള്ളും. പണിയല്ലേ ഈശ്വര, ഇത് നേരത്താണ് ഏറ്റെടുക്കാൻ തോന്നിയത്. ഈ കുട്ടി പെണ്ണെന്ത് അടി അടിക്കാനാണ്? ഒരടി ചെയ്യാലും കുഴപ്പമൊന്നുമില്ലല്ലോ, കാര്യം നടക്കണ്ടേ?
ഇനി അങ്കിൾ സ്റ്റാച്ചു കാണിക്കാം. മോള് നിക്കണേ. അങ്ങ് വന്നേ. എന്താ സ്റ്റാച്ചു വന്ന അനങ്ങലുണ്ട്, മനസ്സിലായോ? കറക്റ്റ്. ഇനി അങ്കിൾ മോളെ സ്റ്റാച്ചു കാണിക്കാം. അയ്യോ എനിക്ക് വയ്യ തല്ലോടാൻ. അല്ല മോളെ അങ്കിൾ തല്ലൂല. അങ്ങനെയാണോ തല്ലാൻ പോണേ? പകരാങ്കളുടെ തല്ലാൻ പോകുന്നത്. എന്നെയാ? എന്നെ തല്ലാനൊന്നും പറ്റില്ല. എന്നെ തല്ലിയ സംഘടനകൾക്കും. കുട്ടികളൊപ്പം കളിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ എന്നെ തല്ലാൻ വേണ്ടി കൊച്ചിപ്പോഴും ആണെങ്കിൽ ഇടി ഞാൻ പതുക്കി തല്ലുള്ളൂടാ. അത് പറ്റില്ല, മുറിക്കെ തന്നെ തല്ലണം. എന്നെ മുറിക്കത്തല്ല, മുറുക്കെ തല്ലുമ്പോൾ കുറച്ച് പതുക്കെ തല്ലണേ. എല്ലാം ശരിയാക്കാം. പിന്നെ ചേട്ടൻ സ്റ്റാച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മോളൊരു 10 സെക്കൻഡെങ്കിലും അനങ്ങാതിരിക്കണം. ഓക്കെ? അങ്ങനെ 10 സെക്കൻഡ് മുമ്പ് അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ല് മോക്ക് കിട്ടും. ഓക്കെ ശരിയല്ലേ? ഓക്കെ പറ. ഓക്കെ. ആ നീ ഇവിടെ ഇരുന്നേ. വാ ജി പിടിച്ചോ, അനങ്ങാതിരിക്കണേ. ഓക്കെ സ്റ്റാച്ചു. ഓക്കെ നൈസ്. അനങ്ങി അനങ്ങി അങ്കിളിനെ അടിക്ക്. മോളനങ്ങ വേണ്ട മോളെ. അടുത്ത ബോസ്. ഓക്കെ ഇവിടെ വെച്ച് ഇത് എന്നിട്ട് തല്ലെങ്കിൽ അറിയില്ലേ? ആ സ്റ്റാച്ചു. ഓക്കെ അനങ്ങി അനങ്ങി അങ്കിളിനെ അടിക്ക്. നീ എനിക്ക് അടിയിട്ട് വെച്ചിരിക്കോ അല്ലേ? ഇത് ഇവിടെ നിന്ന് മാറ്റിക്കോ. എനിക്ക് അപ്പം വേണ്ട. ഇനിയിപ്പോ ആ സൈഡിൽ വെച്ചോ, തോളത്ത് കൂടി കഴിയട്ടെ. ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ സ്റ്റാച്ചു. എവിടെ പോണ? ഇവിടെ ഇരിക്ക്. ഇത്ര ഫോട്ടോ പോരെ? നമുക്കിനി എടുക്കാം. ഇത് നല്ല രസമുണ്ട്.